അപ്പം നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ. ഇതാണ് എൻ്റെ നാട്ടിലെ അമ്പലം. എൻ്റെ നാടെന്നൊക്കെ പറയുമ്പോൾ ആരും പേടിക്കേണ്ട, ഞാൻ ഉഗാണ്ടയിലൊന്നുമല്ല, ഒരു 2-3 കിലോമീറ്റർ ഇപ്പുറം ഞാനുണ്ടേ. എന്നാൽ ഇതെൻ്റെ സ്വന്തം അമ്പലമാണ്. അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. ഇവിടുത്തെ ഉത്സവം നമുക്കെല്ലാവർക്കും ഭയങ്കര ആഘോഷമാണ്. എന്നാൽ ശരി, കഥയൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ആദ്യം പോയി ഊണ് കഴിച്ചിട്ട് വരാമേ. 5 ദിവസം അടിച്ച് പൊളിച്ച് ഇതുപോലൊരു ഗ്യാതറിങ് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് കുറച്ചു കാലം കാണാതിരുന്ന ആൾക്കാരെ കാണാനും പരിചയം പുതുക്കാനും ഒക്കെ പറ്റുള്ളൂ. 5 ദിവസമാണ് അമ്പലത്തിലെ ഉത്സവം. അതിൽ 4 ദിവസവും വിഭവസമൃദ്ധമായ സദ്യയാണ്. ഇവിടെ വെച്ച് തന്നെയാണ് സദ്യയൊക്കെ ഒരുക്കുന്നത്. നമ്മുടെ ക്ഷേത്രം സെക്രട്ടറി മനോജ് സാമ്പാർ പകർന്നെടുക്കുന്ന തിരക്കിലാണ് പുള്ളിക്കാരൻ. ഇത് ക്ഷേത്ര പൂജാരി. ഹീസ് ഓൾസോ ക്ഷേത്ര പൂജാരി. നമുക്ക് ക്ഷേത്ര പൂജാരിയാണെന്നുള്ള പോസൊന്നുമില്ല കൂട്ടുകാരെ, നമ്മളെല്ലായിടത്തും കാണും. ആ പുറകിൽ നിൽക്കുന്നത് എൻ്റെ മാമനാണേ. കണ്ടോ, സദ്യ വിളമ്പുന്ന സ്ഥലം കണ്ടോ? അത്യാവശ്യം വലിയൊരു സദ്യാലയമാണ് നമ്മുടെ അമ്പലത്തിനുള്ളത്. 2ാമത്തെ ദിവസം സദ്യ ഉണ്ണുന്ന ലേ ഞാനും ലേ മീനാക്ഷിയും, സദ്യ വിളമ്പുന്ന ലേ എൻ്റെ മാമൻ. പിന്നെ ഈ അമ്പലത്തിൽ വരുന്ന ജനസമുദ്രത്തിൽ ആരെ അറിഞ്ഞുകൂടാന്ന് ചോദിച്ചാൽ ആരെയും അറിയാത്തതില്ല. എല്ലാം നമ്മുടെ അണ്ണൻ, മാമൻ, ചേട്ടൻ, അപ്പൂപ്പൻ, അമ്മുമ്മ, മാമി, അനിയൻ, അനിയത്തി, മക്കൾ, കൂട്ടുകാരൻ, കൂട്ടുകാരികൾ എല്ലാവരുമാണേ. 3ാമത്തെ ഉത്സവമാണ്. സർപ്പക്കളം ഇട്ടിരിക്കുന്നത് കണ്ടാലും സർപ്പക്കളത്തിൽ ആടാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടാളും റെഡിയായി വരുന്നത്. വൈകുന്നേരം 6:30 പറഞ്ഞിരുന്ന സർപ്പപ്പാട്ടും കളമെഴുത്തും തീർന്നപ്പം 8 മണിയായേ. തുടങ്ങിയപ്പോഴും ഇച്ചിരി താമസിച്ച്. ഞാനൊരു 2-3 വട്ടമാണ് ഈ കളമെഴുത്തും സർപ്പപ്പാട്ടും കണ്ടിട്ടുള്ളൂ. ഇത്തവണയൊക്കെ 5 ദിവസവും ഞാൻ ഉത്സവത്തിനുണ്ടായിരുന്നു. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, ഇതുപോലെ ഈ ഉത്സവ അന്തരീക്ഷത്തിലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 4 ആൾ കൂടുന്നിടത്തൊക്കെ പോയി വയൽ നോക്കി നടക്കാമല്ലോ. കളമെഴുത്തും സർപ്പപ്പാട്ടും കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ നമ്മുടെ പ്രദേശവാസികളായ കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാം, ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. മീനാക്ഷിക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്തം വിട്ട് അവളെ വിളിക്കാൻ പോയി. 10 മിനിറ്റ് വേണം പോയിട്ട് വരാൻ. കലാപരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും കൂടെ നമ്മുടെ ക്ഷേത്രം സെക്രട്ടറി മനോജ് ഒരു ഉപഹാരം എല്ലാവർക്കും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അന്തം വിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ പൊങ്കാലയ്ക്ക് വരേണ്ടതാണേ. ദ നെക്സ്റ്റ് ഡേ. പൊങ്കാലയുടെ തുടക്കമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പൊങ്കാലയിട്ട് തീരാറായപ്പോഴാണ് മീനാക്ഷി കനിഞ്ഞത്. അങ്ങനെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അരിയും പയറും ചേർത്തൊരു പായസം, അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പൊങ്കാലയിട്ട് കഴിഞ്ഞതിന് ശേഷം വന്ന് കോൽക്കളി കണ്ടേ. ഈ പ്രായത്തിൽ ഇവരുടെ എനർജി ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇവരെല്ലാം നമ്മുടെ മക്കൾ തന്നെയാണ്. അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പം നമ്മുടെ കുട്ടികളെ കാണുന്നു, സെൽഫി എടുക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരു സെൽഫി ക്രൈസ് ഉണ്ടല്ലോ. അപ്പം സെൽഫി, ഫോട്ടോ, വീഡിയോ. ഇതെൻ്റെ കൂട്ടുകാരി, അവളുടെ ചേച്ചി, ചേച്ചിയുടെ മോള്, കുഞ്ഞ് എല്ലാവരും ചേർന്ന് വേറൊരു സെൽഫി. അപ്പോഴേക്കും ഊണിന് സമയമായി. എന്നാൽ പിന്നെ ഊണ് കഴിച്ചിട്ടാവാമെന്ന് കരുതി ഞാനും മീനാക്ഷിയും കൂടെ പോയിരുന്നു ഊണ് കഴിച്ചേ. ഊണൊക്കെ കഴിച്ചിട്ട് വന്നപ്പം അവിടെ 2 ക്ഷേത്ര മേൽശാന്തിമാരുടെ കാർമ്മികത്വത്തിൽ മഹാസുദർശന ഹോമം നടക്കുകയായിരുന്നു. ഇത് കൊല്ലം എടനാട് ഫോക്ക് മീഡിയ അവതരിപ്പിച്ച പാട്ട് വരവെന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും. ഈ ദൃശ്യാവിഷ്കാരം ഒരു ഒന്നൊന്നര ദൃശ്യാവിഷ്കാരമായിരുന്നേ. സ്റ്റേജിൽ അവർ പാടിക്കൊണ്ടിരിക്കുമ്പം വേറെ ചിലർ ഈ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് വേറെ വേഷമായിട്ട് ഇറങ്ങി വരും. ഇത് കണ്ട ഈ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ നമ്മളെ ചിരിപ്പിച്ച് കൊന്ന്. ഈ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഓഡിയൻസിൻ്റെ ഇടയിൽ വെച്ച് ചൂലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ചവിട്ട് ഒരേ ബഹളമായിരുന്നു. എന്നിട്ട് രണ്ടും കൂടെ അവസാനം തോളിക്കയിട്ട് കയറിപ്പോയി. ഇത് കണ്ട, ഇത് വേറൊരു ദൃശ്യാവിഷ്കാരമാണ്. ഇതുപോലെ ഒത്തിരി പിക്ചറൈസേഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കും, വേറെ ചിലർ പുറത്തേക്ക് ഇറങ്ങി വരും. സംഭവം നല്ല കളറായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഡാൻസ് എന്ന് പറഞ്ഞ് ഇവർ സിമ്പിൾ സ്റ്റെപ്സാണ് വയ്ക്കുന്ന. ഒരു പ്രത്യേകതര സ്റ്റെപ്പാണ്.
അയ്യോ, ഈ ചെറിയ ആൾ ഒരേ ഡാൻസ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് കളിക്കേണ്ടായിരുന്നേ. എപ്പോഴവർ പാടുമ്പോഴും ഓടിപ്പോയി കൂടെ കളിക്കും. ഈ കുഞ്ഞ് കളിക്കുന്നത് കണ്ടിട്ടാണ് അവർക്കൊരു എനർജി ഉണ്ടായത്. നല്ല അടിപൊളിയായിട്ടാണ് കൊച്ചു കളിച്ചേ. ഇത് കണ്ട, ഇത് വേറൊരു അവതരണമാണ്. ചെറിയ സ്റ്റെപ്സാണ് വെക്കുന്നത്, സിമ്പിളാണ് സ്റ്റെപ്സ്, പക്ഷേ നല്ല രസമുണ്ട്. കണ്ട, നല്ല രസമുണ്ട്. കണ്ടിട്ട് ഇതൊക്കെ ട്രൈബൽ സംഭവങ്ങളെ പോലെ റിസംബ്ലൻസ് ഉണ്ട്. ഇതിങ്ങനെ അവരുടെ റിച്വൽസിൻ്റെ ഭാഗമായിട്ട് ഡെപ്പിക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണോ എന്നറിയില്ല. എല്ലാം ഒരു ഡിവോഷണൽ ടച്ചുള്ള സംഭവങ്ങളായിരുന്നു കൂടുതലും. പരിപാടിയുടെ പേര് നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും എന്നാണ്. അതുപോലെ തന്നെ അവർ സ്റ്റേജിൽ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒത്തിരി ദൃശ്യാവിഷ്കാരം നമുക്ക് കാണാൻ പറ്റി. അവരുപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളിലും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു. കുരുത്തോല, മാല, ഈർക്കിൽ, വൈക്കോല് ഇങ്ങനെ പറഞ്ഞിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് അഗ്നിയെ നമസ്കരിക്കുന്നത് പോലെ തോന്നി. വേറൊരു കാര്യം നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? ഈ തെയ്യം പോലത്തെ രൂപമില്ലേ, ഈ രൂപത്തിനെ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സങ്കടവും എനിക്ക് പാവം തോന്നി. ഈ രൂപം എന്താ ചെയ്യുന്നതെന്ന് കണ്ടു നോക്ക്. ഞാൻ ഇത് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴും എനിക്ക് കണ്ണൊക്കെ നിറയായിരുന്നു. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രൂപത്തിനെ കണ്ടപ്പോൾ മുതൽ എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഇന്നത്തെ ഉത്സവവും കഴിഞ്ഞു. ഇനി നാളെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:30-ക്കാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇതിൻ്റെ പേര് മഞ്ഞപ്പൊങ്കാല വിളയാടൽ എന്നാണ്. പൊരി വെയിലാണ്, ജനസമുദ്രം കണ്ട ഒറ്റ ഒരു സ്ഥലം പോലുമില്ല. നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, മഞ്ഞപ്പൊങ്കാല വിളയാടുന്നത് കാണാനൊന്നും പറ്റുന്നില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉരുളി മാത്രമായി അവശേഷിക്കുമ്പോൾ ഞാൻ പോയി പടം എടുത്ത്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഉച്ച കഴിഞ്ഞിന് രാത്രിയാണ് അടുത്ത പരിപാടി. ഇത് കണ്ട, രാത്രി നമുക്ക് വെയിലൊന്നും പേടിക്കണ്ടല്ലോ. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഉള്ള സംഭവമാണ് ഈ കാണുന്നത്. 4 ചുറ്റും കലങ്ങളെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് നിറയെ തീയിട്ട് കൊടുക്കും. അരി തിളയ്ക്കുന്നത് വരെ തീയിടും. ഇതിനെ നേർച്ചപ്പൊങ്കാല വിളയാടലെന്ന് പറയും. അതിനുവേണ്ടി പൂജാരിമാർ ഈ ശ്രീകോവിലിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന സീനാണ് ഈ കാണുന്നത്. ഇത് ക്ഷേത്ര പൂജാരി ദേവൻ പൊങ്കാല വിളയാടുന്നതിന് വേണ്ടി അവർ റെഡിയായി വരുന്നതാണ് ഈ കാണുന്നത്. 3 പൂജാരിമാരുണ്ട്, 3 ആളും പൊങ്കാല വിളയാടും. ഇത് ക്ഷേത്ര പൂജാരി വിഷ്ണു, അദ്ദേഹവും പൊങ്കാല വിളയാടുന്നതിന് വേണ്ടി റെഡിയായിട്ട് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അവിടെ ഇരിക്കുന്ന മുഴുവൻ കലങ്ങളും ഇവർ പൊങ്കാല വിളയാടും. കണ്ടോ, 3 ആളും ഒരിടത്ത് തന്നെയുണ്ട്. ഇത് പേരൻ തമ്പുരാൻ്റെ നടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി അപ്പുറത്ത് വേറൊരു ആയിരവില്ലി തമ്പുരാൻ്റെ നടയും കൂടെ ഉണ്ട്. അവിടെയും ഇതുപോലെ 3 ആളും പൊങ്കാല വിളയാടും. രാത്രിയായിട്ടും തിരക്കിന് ഒരു കുറവുമില്ല. കണ്ട, അവിടെ എങ്ങും നിൽക്കാൻ പറ്റാത്തത്ര തിരക്കാണ്. ഒരുപാട് ആളുണ്ടായിരുന്നു. ഈ പൊങ്കാല വിളയാടൽ, നേർച്ച പൊങ്കാല വിളയാടൽ, മഞ്ഞപ്പൊങ്കാല വിളയാടൽ എന്ന് പറയുന്ന ഈ സംഭവം പണ്ടേ പേര് കേട്ട ഒരു അമ്പലമാണ് നമ്മുടെ ആയിരവില്ലി തമ്പുരാൻ ക്ഷേത്രം. ഇവിടെ ഈ പൊങ്കാല വിളയാടൽ കഴിഞ്ഞിട്ട് വേറൊരു നടയിലും പൊങ്കാല വിളയാടൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ആ ഒരു ടൈം ഗ്യാപ്പിൽ ഗാനമേള ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നളന്ത അവതരിപ്പിക്കുന്ന ഗാനമേള എന്ന് പറഞ്ഞെങ്കിലും അത് നാടൻ പാട്ടിൻ്റെയാണേ. ബാക്കി കാണാതിരുന്നില്ല. ഞാൻ മീനാക്ഷിയും കൂടെ ഓടി വീട്ടിൽ പോയി. കാരണം 5 ദിവസം കൊണ്ടുള്ള ഉറക്കം എനിക്ക് മിച്ചം നിൽക്കുന്നു. ഇനിയും അഹങ്കാരം കാണിച്ചാൽ പണി മൈഗ്രെയിൻ്റെ രൂപത്തിൽ കിട്ടും. ഇതിനിടയ്ക്ക് ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പണി കിട്ടിയതാണ്. അതൊന്നും ഞാൻ വക വയ്ക്കാതെയാണ് ഉത്സവം തീരുന്നത് വരെ പിടിച്ചു നിന്നത്. അപ്പോൾ ഇനിയൊരു പിടിച്ചു നിൽപ്പ് എനിക്കില്ല. ഞാൻ പോകുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.